ഹലോ കൂട്ടുകാരെ, ഇന്ന് പ്ലെയിൻ പോകുന്നത് കാണാം. ഓസ്ട്രേലിയ മക്കായിൽ നിന്നും ബ്രിസ്ബെയിനിലോട്ട് പ്ലെയിൻ പോവുകയാണ്. കണ്ടോ, കണ്ടോ, നല്ല മുഴുത്ത പ്ലെയിനാണ്. ഓസ്ട്രേലിയയിലെ പ്ലെയിനാണ് ഇത്. മക്കായിൽ നിന്ന് ബ്രിസ്ബെയിനിലോട്ട് പോവുകയാണ്. മോള് തേലും പോകുന്നുണ്ട്. മോൾ ആദ്യമായിട്ടാണ് കൊച്ചിനെ പിരിഞ്ഞു പോകുന്നത്. കൊച്ച് ഒരു ദിവസം കഴിഞ്ഞാണ് വരുന്നത്. കണ്ടോ, പ്ലെയിൻ പോകുന്നു. കൊച്ചിനെ ഇട്ടേച്ച് ഒരു ദിവസം കഴിഞ്ഞാൽ വരുന്നത്. അപ്പം കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. പോയിട്ട് വന്നപ്പം വലിയ സന്തോഷമായി. ഓടി വരും മോള് കൊച്ചിനെ കാണാൻ വേണ്ടി. ഒക്കെ ഈ വീഡിയോയിലുണ്ട്, കാണാവേ. രാത്രി മുഴുവൻ കൊച്ച് കരച്ചിലായിരുന്നു. ഒത്തിരി താമസിച്ച് ഉറങ്ങിയതേ. വെളുപ്പാങ്കാലത്തേറ്റ് അമ്മ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. എക്സാം എഴുതാൻ പോയതാണ്. ഇവിടെയൊക്കെ ഓസ്ട്രേലിയയിൽ എക്സാം എഴുതാൻ പോകണമെങ്കിൽ ദൂരെ പോകണേ. നമ്മുടെ കേരളത്തിലെ പോലെ അടുത്തടുത്തൊന്നുമില്ല എക്സാം. പ്ലെയിൻ കയറി വേറെ പോകണം. പോന്നു, കണ്ടോ. കയറിയിട്ട് ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് പയ്യെ പൊങ്ങുന്നു. പൊങ്ങിയിട്ട് തിരിച്ചു വരും. കണ്ടോ, കൊച്ചു നോക്കിയിരിക്കുന്നു, മോനും കൊച്ചൂടെ. അങ്ങനെ ആദ്യമായി കൊച്ചു മോളോട് പിരിഞ്ഞു പോവുകയാണ്. അമ്മയും മോനോട് പിരിഞ്ഞു ഇരിക്കുകയാണ്. അതേ കൊച്ചു ഇങ്ങനെയാ ഓടി വരുന്നു. ഞങ്ങൾ മക്കായി എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഒരു ചെറിയ എയർപോർട്ടാണ് ഇവിടെ ഓസ്ട്രേലിയ മക്കായിലുള്ളത്. പോകുന്ന വഴിയാണിത്. മോൻ ഡ്രൈവ് ചെയ്യുകയാണ്. കൊച്ചവിടെ ഇരിക്കുന്നു. മോളും ആദ്യമായി കൊച്ചിനെ പിരിഞ്ഞ് പോവുകയല്ലേ. അതുകൊണ്ട് മോൾക്ക് ഒരിത് എങ്ങനെയാകുമെന്ന് ഓർത്ത്. ഇതാണ് ഓസ്ട്രേലിയ മക്കായി എയർപോർട്ട്. എക്സിറ്റ് ഈ വഴി അങ്ങ് കയറി പോകണം. ഇതുകൊണ്ട് അവിടെ പ്ലെയിൻ വന്ന് ഇരിക്കുക. നമുക്ക് ഇതിലെ കാണാം. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലം. ഒരു പ്ലെയിൻ അവിടെ വന്ന് കിടക്കുന്നുണ്ട്, കണ്ടോ. മക്കായിൽ നിന്ന് ബ്രിസ്ബെയിനിലോട്ട് പോവുകയാണ്. മോള് സിഡ്നി പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഇനി ബ്രിസ്ബെയിനിൽ ചെന്നിട്ട് അവിടെ നിന്നും പ്ലെയിൻ കയറണം. ഒരു ദിവസത്തെ യാത്രയുണ്ട്. പ്ലെയിൻ ഇറങ്ങി ആൾക്കാർ വരുന്നു, കണ്ടോ. നമ്മുടെ എറണാകുളത്തെ കൊച്ചിയിലെ വലിയ വിമാനത്താവളയിൽ ഇത് ചെറിയ എയർപോർട്ടാണേ. ഇത് ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് പോന്നു. മോളാണ്ടെ പോകാൻ നിൽക്കുന്നു. ആദ്യമായതുകൊണ്ട് കൊച്ചിനെ അറിയത്തില്ല എന്തായത് അങ്ങനെയാണ്. കൊച്ചു നോക്കിയിരിക്കുന്നുണ്ടോ. കുഞ്ഞിറക്ക് അമ്മ എവിടെ പോവാന്ന് ഓർത്ത് നിൽക്കുക. ഇങ്ങനെ പോകണം കയറാൻ. പ്ലെയിൻ വന്ന് കിടക്കുന്നു. ആ പ്ലെയിനിലാണ് മോള് കയറുന്നത്, കേട്ടോ. മോള് കയറാൻ പോന്നു.
അമ്മ അമ്മ എന്ന് കൊച്ചു പറയുന്നു. എൻ്റെ മോള് പോകുമ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നു കൊച്ചിന്. വേറൊരു പ്ലെയിൻ വന്ന് കിടക്കുന്നു. നല്ല മുഴുത്ത പ്ലെയിൻ വന്ന് കിടപ്പുണ്ട്. നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ എയർപോർട്ടിൽ കണ്ടോ. ഒരു പ്ലെയിൻ വരുന്നു. മോള് കയറിയ പ്ലെയിൻ പോന്നു. ഇങ്ങനെ അങ്ങ് പോയിട്ട് റൗണ്ട് ചുറ്റിയിട്ട് പിന്നെ പൊങ്ങി തിരിച്ചു വരും. നല്ല കാറ്റും വെയിലുമാണ് അവിടെ. വെയിൽ കൊണ്ട് വേണം ആൾക്കാർ അത് ഇതിലോട്ട് കയറിപ്പോവാൻ. ഇതേ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. വട്ടം കറങ്ങി വരും. പുറമേ നോക്കിയ ചെറിയ പ്ലെയിനാണ്, പക്ഷെ അകത്ത് കയറുമ്പോൾ നല്ല സ്ഥലമുണ്ട്. ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലമാണത്. മറ്റൊരു ഹെലികോപ്റ്റർ വന്നേക്കുന്നു. ഒരു പ്ലെയിനും വന്നു. ഞങ്ങൾ ചെന്നപ്പം പ്ലെയിനൊന്നും ഇല്ലായിരുന്നു. പ്ലെയിൻ പോന്നു. പറന്നുയരുകയാണ്. ഇങ്ങനെ കറങ്ങിയാണ്. ഇപ്പം പോകുന്ന കണ്ടോ. കൊച്ചിനെ വീഡിയോ കോളിൽ കാണിച്ചു. അപ്പോൾ കൊച്ച് അമ്മയെ അമ്മയെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുഴുവൻ വീട്ടിലുള്ളവരാരും ഉറങ്ങാതെ കാത്തിരുന്നു കൊച്ചിനെ നോക്കി. പോന്നു. ഇത് എക്സാം എഴുതാൻ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്ലെയിൻ കയറിയൊക്കെ പോകണം. കൊച്ച് നോക്കിയിരുന്നിട്ട് അമ്മ വന്നപ്പം വലിയ സന്തോഷത്തിന് കെട്ടിപ്പിടിച്ചു. വരുമ്പോഴേ വലിയ നോക്കിയിരിക്കുകയാണ്. അത് നമുക്ക് കാണാവേ. വേറൊരു പ്ലെയിൻ വന്ന് കിടക്കുന്നു. അലൻസ് എന്ന് പറഞ്ഞ പ്ലെയിൻ.
ഇത് ഇച്ചിരി കൂടെ വലിപ്പമുള്ള മുഴുത്ത പ്ലെയിനാണ്. ഇത് മറ്റൊരു പ്ലെയിനും വന്നു. എല്ലാവരും കയറി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് അത് പോവുകയുള്ളേ. ഇപ്പം വന്ന പ്ലെയിനിൽ നിന്ന് ആൾക്കാർ എല്ലാം ഇറങ്ങി വരുന്നു. ഇത് മോനും കൊച്ചോട് നോക്കിക്കുന്നു. മോള് വന്നു, ചില്ലിൻ്റെ ഇടയ്ക്കിടെ കാണുന്നു. കൊച്ചിൻ്റെ സന്തോഷമായില്ലേ, വരാൻ പറയും കൊച്ച്. അതാണ് കൂടി കാണുന്നു. അതോ അതിലെ വരാൻ പറയുന്നു കൊച്ചു. കണ്ട് അപ്പോൾ അതിലെ പോയി വരുവേ, ഓടി വരും. കൊച്ചിന് വലിയ സന്തോഷമായി. അതാ ഓടി വരുന്നു, ഉണ്ടോ മോള് ഓടി വരുവാണേ. കൊച്ചിനെ കാണാൻ വേണ്ടി ഓടി പോയിരുന്നു, കണ്ടോ. പെട്ടെന്ന് ഓടി വരുന്നു. കൊച്ചിന് വലിയ സന്തോഷമായി, ഉണ്ടോ. കൊച്ച് മോൾ ഓടി വരുന്നു. അതേ കൊച്ച് കണ്ടു, എടുക്കുന്നു, വലിയ സന്തോഷത്തോടെ എടുക്കുന്നു, കണ്ടോ. കണ്ടോ, കൊച്ച് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അതാ കൊച്ച് മോളോട് വലിയ സന്തോഷത്തിൽ ഇരിക്കുന്നു.